വെറും 7 ദിവസവും 7 ഈത്തപ്പഴവും കയ്യിലുണ്ടെങ്കിൽ എത്ര വലിയ പഴക്കം ചെന്ന അസുഖവും എത്ര വലിയ അസുഖവും ഭേദമാകും ഇൻഷാ അല്ലാ. സ്നേഹമുള്ള സഹോദരങ്ങളെ, മനുഷ്യജീവിതത്തിൽ രോഗങ്ങളും പ്രയാസങ്ങളും അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷണങ്ങളാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ പരിഭ്രമിക്കാതെ അല്ലാഹുവിന്റെ ഖുർആൻ വഴിയും പ്രവാചകചര്യകൾ വഴിയും ശമനം തേടുക എന്നത് ഒരു മുഅ്മിനിന്റെ കടമയാണ്. ആത്മീയമായ ചികിത്സയിലൂടെ അസുഖങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള ലളിതവും എന്നാൽ അതീവ ഫലപ്രദവുമായ ഒരു രീതിയെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ. ഈ സൂറത്തിന്റെ മഹത്വം വിവരിക്കാൻ വാക്കുകൾ മതിയാകില്ല. അതുപോലെ തന്നെ പ്രവാചകൻ ഏറെ പ്രാധാന്യം നൽകിയ ഒന്നാണ് ഈത്തപ്പഴം. ഇവ രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു 7 ദിവസത്തെ അമലിനെക്കുറിച്ചാണ് താഴെ വിവരിക്കുന്നത്. 7 ദിവസത്തെ ആത്മീയ ചികിത്സ. ശാരീരികമായ അസുഖങ്ങൾക്കും മനപ്രയാസങ്ങൾക്കും അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ രീതി വഴി ശമനം ലഭിക്കും. ഇതിനായി നാം ചെയ്യേണ്ടത് ഇപ്രകാരമാണ്. സമയം. ഈ അമൽ ചെയ്യേണ്ടത് അതിരാവിലെ സുബ്ഹി നിസ്കാരത്തിന് ശേഷമാണ്. വെറും വയറ്റിലായിരിക്കണം ഇത് ചെയ്യേണ്ടത്. 7 ഈത്തപ്പഴങ്ങൾ. നല്ല ഗുണമേന്മയുള്ള 7 ഈത്തപ്പഴങ്ങൾ ഇതിനായി കരുതിവയ്ക്കുക. സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക. എല്ലാ ദിവസവും ഓരോ തവണ സൂറത്ത് യാസീൻ പൂർണ്ണമായും ഓതുക. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പൂർണ്ണമായ വുളൂവോടും ഏകാഗ്രതയോടും കൂടി അല്ലാഹുവിലേക്ക് മടങ്ങുക. ഊതുക. സൂറത്ത് യാസീൻ ഓതിക്കഴിഞ്ഞാൽ അന്ന് കഴിക്കാനുള്ള ഒരു ഈത്തപ്പഴത്തിൽ ഊതുക. കഴിക്കുന്ന രീതി. ആ ഈത്തപ്പഴം അല്ലാഹുവിന്റെ നാമത്തിൽ ബിസ്മി ചൊല്ലി ഭക്തിയോടെ ഭക്ഷിക്കുക. എന്തുകൊണ്ട് 7 ദിവസം? നമ്മുടെ ദീനിൽ 7 എന്ന സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആകാശങ്ങൾ 7 ഭൂമി 7, കാബയെ പ്രദക്ഷിണം ചെയ്യുന്നത് 7 തവണയാണ്. അതിനാൽ തന്നെ 7 ദിവസം തുടർച്ചയായി ഈ രീതി അവലംബിക്കുന്നത് രോഗശമനത്തിന് വലിയ മാറ്റമുണ്ടാക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഓരോ ദിവസവും പുതിയ ഊർജത്തോടെ അല്ലാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിച്ചുകൊണ്ടും തവക്കുലുകൊണ്ടും തുടരുക. അസുഖം എത്ര വലുതായാലും ശിഫ നൽകുന്നവൻ അല്ലാഹുവാണെന്ന ഉറച്ച വിശ്വാസം ഹൃദയത്തിലുണ്ടാവണം. ഗുണങ്ങൾ. മനസ്സമാധാനം. ഖുർആൻ പാരായണം മനസ്സിനെ ശാന്തമാക്കുന്നു. ശാരീരിക കരുത്ത്. ഈത്തപ്പഴം ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുന്നു. ബറക്കത്ത്. സുബ്ഹിക്ക് ശേഷമുള്ള സമയം ബറക്കത്തുള്ള സമയമാണ്. ആ സമയത്ത് അല്ലാഹുവിനെ സ്മരിക്കുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. പ്രിയപ്പെട്ടവരെ, മരുന്നുകൾ കഴിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം ആത്മീയ വഴികൾ കൂടി നാം സ്വീകരിക്കണം. അല്ലാഹു നമ്മുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരുമാറാകട്ടെ. ഈ കൊച്ചമൽ ജീവിതത്തിൽ പകർത്തി അല്ലാഹുവിന്റെ സംതൃപ്തി നേടാൻ നമുക്ക് സാധിക്കട്ടെ.